വടകരയിൽ കാരവാനിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പോലീസിന്റെ പരിശോധന അവിടെ നടക്കുകയാണ്. ഫോറൻസിക്കിന്റെയും പോലീസിന്റെയും പരിശോധന നടക്കുന്നു. അപൂർവമായി നടക്കുന്ന ഒരു അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു അന്ന് വടകരയിൽ സംഭവിച്ചത്. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ വിശദമായ പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കാരവാനിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ വലിയ ദുരൂഹതയുണ്ട് എന്ന തരത്തിൽ ആദ്യം വാർത്തകൾ വന്നിരുന്നു. പിന്നീട് ഇത് ഒരു അപകടം സംഭവിച്ചതാണ് എന്ന വിവരങ്ങൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് വിശദമായ അന്വേഷണത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ, എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നത്. വടകരയിലെ സ്ഥലത്ത് നിന്ന് അഖില ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഖില, ഇത്തരമൊരു പരിശോധന നടക്കുന്നു. എന്താണ് കാരവാനിൽ സംഭവിച്ചത്? സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുവാൻ ഇപ്പോൾ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായുള്ള പരിശോധനയാണോ നടക്കുന്നത്? മാർഷൽ രതീഷ്, അതെ, പ്രധാനമായിട്ടും എങ്ങനെയാണ് കാരവാനിൽ ഈ കാർബൺ മോണോക്സൈഡ് വാതകം പടർന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ശ്വസിക്കാനിടയായത് എന്നാണ് പ്രധാനമായിട്ടും അന്വേഷണ സംഘം ഇന്ന് നടത്തുന്നത്. അതായത് ഈ മനോജിൻ്റെയും ജോയലിൻ്റെയും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചായിരുന്നു എന്നാണ്. അത് എങ്ങനെയാണ് വാഹനത്തിനകത്തോട്ട് എത്തിയത്? അതായത് ഈ AC പ്രവർത്തിച്ച് വാഹനം ഓഫാക്കിയതിന് ശേഷം ഇവർ AC ഓണാക്കിയിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ AC-യിൽ നിന്നാണോ അതിലേക്ക് ഈ ജനറേറ്ററിൽ നിന്നാണോ ഇത്തരത്തിൽ വാതകം പടർന്നത് എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. വീണ്ടും ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടായിരിക്കും ഇവർ അന്വേഷണ സംഘം പരിശോധന നടത്തുക. കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം ഡമ്മി പരിശോധന ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധന തുടങ്ങുകയാണ്. അതായത് ഈ പോലീസ് സംഘത്തിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ സാങ്കേതികമായിട്ട് ഇത്തരത്തിൽ ഈ കാരവൻ വാഹന പരിശോധന നടത്തുന്ന സാങ്കേതിക വിദഗ്ധരുണ്ട്, ഫോറൻസിക് വിദഗ്ധരുണ്ട്. ഇത്തരത്തിൽ ഈ കാരവൻ നിർമ്മാണ കമ്പനിയിലെ സാങ്കേതിക വിദഗ്ധർ എല്ലാവരും ചേർന്നുള്ള ഒരു സംയുക്ത പരിശോധനയാണ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ ഡമ്മി ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചിട്ടായിരിക്കും ഇത്തരത്തിൽ അന്വേഷണ സംഘം സംയുക്ത പരിശോധന നടത്തുക. അഖില, CP ആണ് വിവരങ്ങൾ നൽകുന്നത്. രതീഷ്, പ്രധാനമായിട്ടും കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചുകൊണ്ടാണ് കാരവനിൽ അപകടമുണ്ടായെങ്കിൽ അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം എന്തായിരിക്കും എന്ന് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള കൃത്യമായ പരീക്ഷണ നിരീക്ഷണ നിഗമനത്തിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ അവിടെ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോയലും മനോജുമാണ് മരിച്ചത്. മലപ്പുറം കാസർഗോഡ് സ്വദേശികളാണ്. ഒരാൾ ആ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു. വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിന് പോയതിന് ശേഷം തിരികെ വരുന്നതിനിടയിൽ ഉണ്ടായ ഒരു അപകടം എന്ന നിലയിലാണ് പ്രാഥമികമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വിശദമായ പരിശോധനയിലേക്ക് പോവുകയാണ്. ഒരാളുടെ മൃതദേഹം വാഹനത്തിന്റെ പിൻഭാഗത്ത്, ഒരാളുടെ മൃതദേഹം വാഹനത്തിന്റെ പടിയിൽ, അങ്ങനെയാണ് കണ്ടെത്തിയത്.